നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്ലൗഡാണ്. ക്ലൗഡിൻ്റെ പല ടൈപ്പുകളുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ നീഡ് അനുസരിച്ച് പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ക്ലൗഡ്സ് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ് ആ ടൈപ്സ് ഓഫ് ക്ലൗഡ് എന്നാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് 4 ടൈപ്പിലുള്ള ക്ലൗഡുകളാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷൻ്റെ നീഡിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ 4 ടൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലൗഡ് ഏതൊക്കെയാണ്? ഒന്ന് പബ്ലിക് ക്ലൗഡ്, പിന്നെ ഒന്ന് പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്, കമ്മ്യൂണിറ്റി ക്ലൗഡ്. ഇങ്ങനെ 4 ടൈപ്പിലാണ് ക്ലൗഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈപ്പായിട്ടുള്ള പബ്ലിക് ക്ലൗഡാണ്. ഈ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ത്രൂ ജനറൽ പബ്ലിക്കിലേക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോമാണ് ഈ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും ഈ ഒരു വേൾഡിൻ്റെ ഏത് ഏരിയയിൽ നിന്നും ആർക്കും ഈസിലി എന്ത് ചെയ്യാൻ കഴിയും, ഈസിലി കണക്ട് ചെയ്യാനും ആക്സസ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ പബ്ലിക് ക്ലൗഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പേ ആസ് പെർ യൂസ് മോഡലാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പേ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്, ദാറ്റ് ഈസ് ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആണ്. ഇതിനകത്ത് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് പേ ആസ് പെർ യൂസ് ആണ്. ഈ പബ്ലിക് ക്ലൗഡിനകത്ത് ഒരുപാട് യൂസേഴ്സിന്, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് സെയിം ടൈമിൽ അവർക്ക് ഡാറ്റ മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അങ്ങനെ ഒരുപാട് അവരുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ പബ്ലിക് ക്ലൗഡ് ഓൺ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഒന്നുകിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ബിസിനസ്സിൻ്റെയും യൂണിവേഴ്സിറ്റിൻ്റെയും ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടും ഇത് മാനേജ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ പബ്ലിക് ക്ലൗഡിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ആമസോൺ ഇലാസ്റ്റിക് കമ്പ്യൂട്ട് ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ, IBM ബ്ലൂ ക്ലൗഡ്, സൺ ക്ലൗഡ് ആൻഡ് ഗൂഗിൾ ക്ലൗഡ് എക്സെട്ര. അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള പബ്ലിക് ക്ലൗഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും പബ്ലിക് ക്ലൗഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ജനറൽ പബ്ലിക്കിലേക്ക് ഷെയർഡ് ആയിട്ടുള്ള ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോമാണ് ഈ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. അത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ ഗവൺമെൻറ് ഓർഗനൈസേഷൻസോ യൂണിവേഴ്സിറ്റീസോ ബിസിനസ്സസോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസോ ആയിരിക്കും. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, മൾട്ടിപ്പിൾ യൂസേഴ്സിന് സെയിം ടൈമിൽ അതിനകത്ത് പെർഫോം ചെയ്യാൻ കഴിയും. പിന്നെ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ക്ലൗഡ് സർവീസ് പ്രൊവൈഡറാണ്. ഇതിനകത്ത് നടത്തുന്നത് പേ ആസ് പെർ യൂസ് മോഡലിലാണ്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് എന്താണ് ഈ പബ്ലിക് ക്ലൗഡ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഫിഗറാണ്. അതായത് പബ്ലിക് ക്ലൗഡിൻ്റെ കണ്ടോ, ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്തിട്ട് പബ്ലിക് ക്ലൗഡ് IBM, ആമസോൺ, VMware, ഗൂഗിളൊക്കെ അത് ഷെയർ ചെയ്യുന്നതാണ് നമ്മളിവിടെ ഈ ഫിഗറിൽ കാണുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ പബ്ലിക് ക്ലൗഡിൻ്റെ അഡ്വാൻറ്റേജസ്, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഷെയർഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് തന്നെ ലോ കോസ്റ്റാണ്. നമുക്കറിയാം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം റിസോഴ്സസ് ആണ് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഷെയർഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സെയിം റിസോഴ്സസുകൾ തന്നെയാണ് അവർ ഷെയർ ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രൈവറ്റിനെയും ഹൈബ്രിഡ് ക്ലൗഡിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ലോവർ കോസ്റ്റാണ് ഉള്ളത്. പിന്നെ ലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ബിക്കോസ് ഇത് ഇൻ്റർനെറ്റ് കണക്ഷൻ ത്രൂ ആണ് ഇവർ ഈ പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നത്, അതേപോലെ സർവീസസ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊരു ലൊക്കേഷൻ ഡിപ്പെൻഡൻറ്റ് ക്ലൗഡാണ് ഈ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സേവ് ടൈമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഇത് മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും, അതാണ് ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. സോ ഈ ക്ലൗഡ് സർവീസ് പ്രൊവൈഡറാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അവർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പബ്ലിക് ക്ലൗഡ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം കൂടുതൽ അവർക്ക് സേവ് ചെയ്യാൻ കഴിയും അവരുടെ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട്. അതായത് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക, ന്യൂ പ്രൊഡക്ട്സ് ഡിപ്ലോയ് ചെയ്യുക, പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ് റിലീസ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക, സർവേഴ്സ് അസംബിൾ ചെയ്യുക, അങ്ങനെ അവരുടെ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ടൈംസൊക്കെ സേവ് ചെയ്യാൻ ഇതിലൂടെ പോസിബിൾ ആകും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നത് ക്വിക്ക്ലി ആൻഡ് ഈസിലി സെറ്റപ്പ്.
ഓർഗനൈസേഷൻ, പ്രത്യേകിച്ച് ഈ പബ്ലിക് ക്ലൗഡിൻ്റെ കേസ് വരുമ്പോൾ ഓർഗനൈസേഷൻസിന് ഈസി ആയിട്ട് അത് ബൈ ചെയ്യാനും അതേപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും കഴിയും. ബിക്കോസ് എന്താണ്, ഇത് ഒരു റിമോട്ട്ലി ആക്സസിങ് ആയതുകൊണ്ട് തന്നെ വിത്തിൻ ഫ്യൂ അവേഴ്സ് തന്നെ അവർക്ക് ഈ പറഞ്ഞ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ബൈ ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, കോൺഫിഗർ ചെയ്യുക, അതേപോലെ അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്വിക്ക്ലി ആൻഡ് ഈസിലി സെറ്റപ്പ് എന്ന് നമ്മൾ പറയുന്നത്, അതായത് ഏറ്റവും ഫാസ്റ്റായിട്ടും ഏറ്റവും ഈസി ആയിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയും, ബൈ ചെയ്യാൻ കഴിയും, ഡിപ്ലോയ് ചെയ്യാൻ കഴിയും, കോൺഫിഗർ ചെയ്യാൻ കഴിയും, അത് മാനേജ് ചെയ്യാനും കഴിയും. പിന്നെ വരുന്നതാണ് ബിസിനസ് ഏജിലിറ്റി. അതായത് ഇതിനകത്ത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഫ്രം വൺ ടു അനദർ എന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കമ്പ്യൂട്ടർ റിസോഴ്സസുകളെ ഈസിലി റീസൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബിസിനസ് ഏജിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇതൊരു എബിലിറ്റിയാണ്, ഇലാസ്റ്റിക്കലി റീസൈസ് ദ കമ്പ്യൂട്ടർ റിസോഴ്സസ്. കമ്പ്യൂട്ടർ റിസോഴ്സിന് വേണ്ട രീതിയിൽ റീസൈസ് ചെയ്ത് ഓരോ ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് അതിനനുസരിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്നതാണ് സ്കാലബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഈ പബ്ലിക് ക്ലൗഡിനകത്ത് ഓഫർ ചെയ്യുന്ന രണ്ട് അഡ്വാൻറ്റേജസ് ആണ് ഈ സ്കാലബിലിറ്റിയും റിലയബിലിറ്റിയും. സ്കാലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ടൈമിലാണോ നമുക്ക് ഇന്ന ക്ലൗഡ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഈസി ടു ആഡ് ആണ്, നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ കഴിയും. റിമൂവ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു റിസോഴ്സിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് സ്കാലബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. റിലയബിലിറ്റി വരുമ്പോൾ 24/7 ആണ് അതിൻ്റെ അവൈലബിലിറ്റി കാണിക്കുന്നത്, അതുകൊണ്ടാണ് അത് റിലയബിൾ എന്ന് പറയുന്നത്. മാത്രമല്ല സർവീസസ് ടു ദ യൂസർ അറ്റ് ആൻ അഫോർഡബിൾ കോസ്റ്റ്. ഈ സർവീസസൊക്കെ സ്കാലബിലിറ്റിയും റിലയബിലിറ്റിയും അവരുടെ ഈ പറഞ്ഞ സർവീസസ് ഓഫേഴ്സൊക്കെ അഫോർഡബിൾ കോസ്റ്റിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞത്? ഫസ്റ്റ് പറഞ്ഞത് ലോ കോസ്റ്റാണ്. മറ്റുള്ള ക്ലൗഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇത് ഷെയർ ചെയ്യായതുകൊണ്ട് തന്നെ അവർക്ക് ലോ കോസ്റ്റാണ് വരുന്നത്. പിന്നെ ലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്, കാരണം ഇൻ്റർനെറ്റ് ത്രൂ ആണ് കണക്ഷൻ സർവീസസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലൊക്കേഷൻ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ സേവ് ടൈമാണ്. ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്, ഇതിന് ഒരുപാട് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈസിലി മാനേജ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ഡാറ്റയൊക്കെ. അതുകൊണ്ട് തന്നെ ക്ലൗഡ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ, അതായത് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷിംഗ്, ഡിപ്ലോയിങ് ന്യൂ പ്രൊഡക്ട്സ്, റിലീസിങ് പ്രൊഡക്റ്റ് അപ്ഡേറ്റ്സ്, കോൺഫിഗറിങ്, അസംബിൾ സർവീസ് ആൻഡ് എവറിത്തിങ്, അതൊക്കെ ചെയ്യാനുള്ള ടൈം കൂടുതൽ അവർക്ക് കിട്ടും. പിന്നെ ക്വിക്കായിട്ടും ഈസിലി ആയിട്ടും സെറ്റപ്പ് ചെയ്യാൻ കഴിയും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർക്കത് ഡിപ്ലോയ് ചെയ്ത് കോൺഫിഗർ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ കഴിയും. പിന്നെ വരുന്നത് ബിസിനസ് ഏജിലിറ്റിയാണ്. അതായത് ഓരോ ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചും റിസോഴ്സസ് റീസൈസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്നത് സ്കാലബിലിറ്റിയും റിലയബിലിറ്റിയാണ്. ഏത് ടൈമിൽ വേണമെങ്കിലും ഈസിലി റിസോഴ്സസ് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അതേപോലെ 24/7 അവൈലബിൾ ആണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് സ്കാലബിലിറ്റിയിലും റിലയബിലിറ്റിയിലും വരുന്നത്. മാത്രമല്ല അഫോർഡബിൾ കോസ്റ്റുമാണ്. പിന്നെ വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പബ്ലിക് ക്ലൗഡ് മറ്റേത് കൺസെപ്റ്റുകൾ പറയുന്ന പോലെ തന്നെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാകുമ്പോൾ ഇപ്പുറം കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കും. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോ സെക്യൂരിറ്റിയാണ്. നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സെക്യൂരിറ്റി റിസ്കുകളൊക്കെ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. പബ്ലിക് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിക്ലി ഷെയർ ചെയ്യുന്നതാണ് റിസോഴ്സസുകളൊക്കെ. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ലെസ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇവിടെ അല്ലെങ്കിൽ ലെസ് സെക്യൂർ ആയിരിക്കും. മാത്രമല്ല സെക്യൂരിറ്റി ഇഷ്യൂസ് അതുകൊണ്ട് ഭാഗമായിട്ടും ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് പെർഫോമൻസ് ആണ്. ഇവിടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എല്ലാ ഇൻ്റർനെറ്റ് കണക്ഷൻസ് അത്രയും അവൈലബിൾ ആണെങ്കിലേ സ്പീഡിലി അതിൻ്റെ പെർഫോമൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്രത്തോളമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ മണിക്കൂറുകൾ അവിടെ എടുക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ പെർഫോമൻസിനെ അത് ബാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പിന്നെ വരുന്നത് ലെസ് കസ്റ്റമൈസബിൾ ആണ്. അതായത് പബ്ലിക് ക്ലൗഡ് നമ്മൾ പ്രൈവറ്റ് ക്ലൗഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്നിടത്തുള്ള ഒരു കമ്പാരിസൺ വരുമ്പോൾ അവിടെ ലെസ് കസ്റ്റമൈസബിൾ ആയിട്ടാണ് നമ്മളുടെ പബ്ലിക് ക്ലൗഡ് ഉണ്ടായിരിക്കുക. ഇത്രയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഉള്ളത്. ഒന്ന് ലോ സെക്യൂരിറ്റിയാണ്, പിന്നെ പെർഫോമൻസ് ആണ്, പിന്നെ ലെസ് കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ കൺസെപ്റ്റുകൾ, പബ്ലിക് ക്ലൗഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.